വചനം തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ള മാതാപിതാക്കളെ, വാത്സല്യമുള്ള കുട്ടികളെ, ഇന്നത്തെ വിചിന്തനം സുഭാഷിതങ്ങൾ 28:13 തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവുകയില്ല, അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കർത്താവിൻ്റെ കരുണ ലഭിക്കും. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ കൃപയുടെ നീർച്ചാലുകൾ ഒഴുകാത്തതിന് കാരണം ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയാത്തതാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയാനും അനുതപിക്കുവാനും പരിത്യജിക്കുവാനും ഉള്ള കൃപ ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ. ഞങ്ങൾക്ക് നൽകിയ വിശുദ്ധ കുമ്പസാരത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല ബോധ്യം തരണമേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ഈ സുവിശേഷ ഭാഗം എടുക്കുമ്പോൾ സുഭാഷിതങ്ങൾ 28:13 തെറ്റുകൾ മറച്ചു വയ്ക്കുന്ന വ്യക്തികൾക്ക് ഐശ്വര്യമുണ്ടാവുകയില്ല എന്ന് വ്യക്തമാക്കുന്നു. തെറ്റുകൾ മറച്ചു വയ്ക്കുന്നതിനെ പറ്റി വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ യേശു വെളിപ്പെടുത്തുന്നുണ്ട്. ഇതാണ് ശിക്ഷാവിധി. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു, കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു, അവൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചത്ത് വരുന്നുമില്ല. സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്ത് വരുന്നു, അവൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചത്ത് വരുന്നുമില്ല. പ്രിയമുള്ളവരെ, തെറ്റുകൾ മറച്ചു വയ്ക്കുക എന്നുള്ളത് ഇന്ന് ശീലമാക്കിയിരിക്കുകയാണ്. ആ തെറ്റുകളെ ന്യായീകരിക്കുന്ന അവസ്ഥയാണ് പലയിടത്തും കാണുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ കാരുണ്യം അവിടെ ഒന്നും ഉണ്ടാകുകയില്ല എന്ന് സുവിശേഷകൻ അടിവരയിട്ട് വ്യക്തമാക്കുകയാണ്. നാം തെറ്റുകൾ മറച്ചു വയ്ക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമുക്ക് ശിക്ഷയെക്കുറിച്ച് ഭയമുള്ളത് കൊണ്ടാണ്. നമ്മുടെ സൽപ്പേര് പോകും എന്നുള്ള ഭയം കൊണ്ടാണ്, നമ്മുടെ അധികാരം പോകുമെന്ന ഭയം കൊണ്ടാണ്, നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെടുമെന്നുള്ള ഭയം കൊണ്ടാണ്, നമ്മൾ താൽക്കാലികമായി അനുഭവിക്കുന്ന ജഡിക സുഖം നമുക്ക് നഷ്ടപ്പെടുമെന്നുള്ള ഭയം കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ തെറ്റുകൾ മറച്ചു വയ്ക്കുവാൻ നാം പരിശ്രമിക്കുന്നത്. എന്നാൽ ഇവരുടെ ജീവിതത്തിലൊന്നും ഐശ്വര്യമുണ്ടാവുകയില്ല. കാരണം ദൈവവുമായുള്ള കൂട്ടായ്മ ഇതോടെ തകരുകയാണ്. പ്രാർത്ഥനാ ജീവിതം അവർക്ക് ഉണ്ടാവുകയേയില്ല. കാരണം ദൈവവുമായിട്ട് സംസാരിക്കാൻ അവർക്ക് കഴിയില്ല. ദൈവത്തിന് മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുവാൻ, ദൈവത്തിൻ്റെ മുഖത്തോട് മുഖം ദർശിക്കുവാൻ ഇവർക്ക് സാധിക്കുകയില്ല. ആ ഫെല്ലോഷിപ്പ്, ദൈവവുമായുള്ള കൂട്ടായ്മ ബന്ധം ഇവരുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുകയാണ്. അതുപോലെ തന്നെയാണ് ശാരീരിക മാനസിക രോഗങ്ങൾ. മനഃശാസ്ത്രജ്ഞന്മാർ അനേകം പേര് പറഞ്ഞിരിക്കുന്നത് തെറ്റുകൾ മറച്ചു വയ്ക്കുന്നതിലൂടെയാണ് അനേക രോഗങ്ങൾ, മാനസിക രോഗങ്ങളുടെ ഉൽപ്പത്തി തന്നെ എന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, അത് പറയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോഴാണ് മനസ്സിനും സുഖം കിട്ടുക, ശരീരത്തിനും സുഖം കിട്ടുക. പലപ്പോഴും നമുക്ക് നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്നത്, സന്തോഷം നഷ്ടപ്പെടുത്തുന്നത് ഇത് കാരണമല്ലേ? ഈ തെറ്റുകൾ മറച്ചു വയ്ക്കുന്നതിന് കൂടെയല്ലേ? കാരണം തെറ്റുകൾ മറച്ചു വയ്ക്കുമ്പോഴും നമുക്ക് എപ്പോഴും ഭയമാണ്. നമ്മൾ എപ്പോഴെങ്കിലും പിടിക്കപ്പെടുമോ, നാളെ പിടിക്കപ്പെടുമോ എന്നുള്ള ഭയം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സന്തോഷം, സമാധാനമൊക്കെ നമ്മിൽ നിന്ന് അകലെയാകുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, ഒരു തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവരുടെ ജീവചരിത്രം പരിശോധിച്ചാൽ അവർ ഒരു നുണ പറഞ്ഞാൽ അത് പലതവണ പല നുണകളും പറയേണ്ടി വരും. ഒന്നിന് പകരം പല നുണകളും പറയേണ്ടി വരും. അങ്ങനെ മറ്റുള്ളവരുടെ വിശ്വസ്തത അവന് നഷ്ടപ്പെടുന്നു. ഇതിന് ഏറ്റവും ഉപരിയായിട്ടുള്ള കാര്യം എന്തെന്ന് ചോദിച്ചാൽ, അവർ ദൈവിക ജീവനിൽ നിന്ന് തന്നെ
ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് തന്നെ അവരൊക്കെ അകറ്റപ്പെടുന്നതാണ് എന്നുള്ളതാണ്. അതിനാൽ പ്രിയമുള്ളവരെ, നമ്മോടുള്ള ചോദ്യം, നാം തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവരാണോ, തെറ്റുകൾ ദൈവത്തോട് ഏറ്റുപറയുന്നവരാണോ എന്നതാണ് ഇന്നത്തെ ചോദ്യം. നമുക്കറിയാം, സുവിശേഷത്തിൽ നാം പരിശോധിക്കുമ്പോൾ തെറ്റുകൾ മറച്ചു വെച്ച അനേകം പേരുടെ ജീവിതങ്ങൾ എപ്രകാരമുള്ളതായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ തന്നെ എടുക്കുക. അതിൽ ആദം ദൈവത്തോട് തൻ്റെ തെറ്റ് മറച്ചു വയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 3-ാം അധ്യായത്തിൽ ദൈവം അത് ആദം ഏറ്റുപറയുന്നതിന് വേണ്ടി പല അവസരങ്ങളും ദൈവം കൊടുക്കുന്നുണ്ട്. എന്നാൽ ആദം അതെല്ലാം തൻ്റെ ന്യായീകരണത്തിന് വേണ്ടി, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടി ആദം ഉപയോഗിക്കുകയാണ്. ഇപ്രകാരമാണ് വചനഭാഗം: വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിൻ്റെ ശബ്ദം അവർ കേട്ടു. പുരുഷനും ഭാര്യയും അവിടുത്തെ മുമ്പിൽ നിന്ന് മാറി. കണ്ടോ, അവർ മാറി ഒളിച്ചു. കാരണം അവർ പാപം ചെയ്തു. അവർ പിശാചിൻ്റെ വാക്ക് കേട്ട് അവർ വിശ്വസിച്ച് അവർ പാപം ചെയ്തു. അങ്ങനെ ദൈവത്തിൻ്റെ സ്വരം കേട്ടപ്പോൾ അവർ ദൈവത്തിൽ നിന്ന് അകന്നു മാറി ഓടി ഒളിക്കുകയാണ്. തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു. അവിടുന്ന് പുരുഷനെ വിളിച്ച് ചോദിച്ചു, ആദം, നീ എവിടെ? കർത്താവിൻ്റെ ശബ്ദമാണ്. അവൻ മറുപടി പറഞ്ഞു, തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു. ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്ന് ഒളിച്ചതാണ്. അവന് ദൈവത്തോട് തൻ്റെ തെറ്റ് അവൻ ഏറ്റുപറയാമായിരുന്നു. ഞാൻ തെറ്റ് ചെയ്തു, എന്നോട് ക്ഷമിക്കണമേ, എന്നോട് മാപ്പാക്കണമേ, അങ്ങ് എന്നോട് ഇത്ര വലിയ സ്നേഹം ചെയ്തു, പക്ഷേ അങ്ങയുടെ സ്നേഹത്തിനെതിരായി ഞാൻ പ്രവർത്തിച്ചു എന്ന് അവൻ ഏറ്റുപറയാം. പക്ഷേ അവൻ ഏറ്റുപറയുന്നില്ല. അവൻ അവിടെ ഉരുണ്ട് കളിക്കുകയാണ് തമ്പുരാൻ്റെ അടുത്ത്. തമ്പുരാൻ പിന്നെയും അവനോട് ചോദിക്കുന്നുണ്ട്, നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നുവോ? പ്രിയമുള്ളവരെ, ഇവിടെ എങ്കിലും ആദത്തിന് പറയാമായിരുന്നു, ഞാൻ തെറ്റ് ചെയ്തു പോയി. ഇവിടെയും ആദം തൻ്റെ ഭാഗം ന്യായീകരിച്ചുകൊണ്ടാണ് ആദം സംസാരിക്കുന്നത്. ആദം പറയുകയാണ്, അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീയെ, ആ സ്ത്രീയെയാണ് അവൻ കുറ്റപ്പെടുത്തുന്നത്. ദൈവത്തെയും കുറ്റപ്പെടുത്തുന്നു. ദൈവം കൂട്ടിന് തന്ന സ്ത്രീയെ, ആ സ്ത്രീയാണ് എനിക്ക് പഴം തന്നത്, അത് ഞാൻ പറിച്ചു തിന്നു. അപ്പോൾ തൻ്റെ കുറ്റം മറ്റുള്ളവരുടെ മേൽ ചാരി രക്ഷപ്പെടുന്ന ആദത്തെയാണ് ഇവിടെ കാണുന്നത്. ദൈവം അവസരം നൽകിയിട്ടും താൻ പാപിയാണ്, താൻ തെറ്റ് ചെയ്തു പോയി എന്ന് ദൈവത്തിന് മുമ്പിൽ ഏറ്റു പറയുന്നില്ല. അത് തന്നെയാണ് അവൻ്റെ ജീവിതത്തിൽ എല്ലാവിധ നഷ്ടങ്ങളും പിന്നീട് ഉണ്ടാക്കിയത് എന്ന് നമുക്കറിയാൻ സാധിക്കും. ഹവ്വയോടും കർത്താവ് ചോദിക്കുമ്പോൾ ഹവ്വയും ഇപ്രകാരമാണ് പറയുന്നത്, സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ പഴം തിന്നു. അവളും അതെ കുറ്റപ്പെടുത്തുന്നത് സർപ്പത്തെയാണ്, പിശാചിനെയാണ്. പ്രിയമുള്ളവരെ, തന്നിലേക്ക് നോക്കി തൻ്റെ തെറ്റിനെ ഏറ്റുപറയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എന്നാൽ തൻ്റെ തെറ്റിനെ മറച്ചു വയ്ക്കാൻ കർത്താവിൻ്റെ അടുത്ത് നോക്കിയതിനാൽ കർത്താവ് അവർക്ക് ശിക്ഷകൾ നൽകി ഏദൻ തോട്ടത്തിൽ നിന്ന് അവരെ പുറത്താക്കുകയാണ്. പ്രിയമുള്ളവർ, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ ഈ ആദാമിൻ്റെ മൂത്ത മകനായ കായേനെ പറ്റി പറയുന്നുണ്ട്. അവനും പിതാവിൻ്റെ അതേ ചെയ്തികൾ തന്നെയാണ് തുടരുന്നത്. അവൻ്റെ അസൂയ നിമിത്തം അവൻ്റെ ഇളയ സഹോദരനായ ആബേലിനെ കൊന്നു. എന്നിട്ട് കർത്താവ് അവൻ്റെ അടുത്ത് വന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്ന ഉത്തരം വളരെയധികം തെറ്റുകൾ മറച്ചു വയ്ക്കുന്ന രീതിയിലാണ്. അവൻ വിചാരിക്കുന്നത് കർത്താവ് ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ്. എന്നാൽ കർത്താവിൻ്റെ കണ്ണുകളുടെ ശക്തി സൂര്യരശ്മികളെക്കാളും എത്രയോ ശക്തിയുള്ളതാണ്. എക്സ്റേ രശ്മികളെക്കാളും ശക്തിയുള്ളതാണ് കർത്താവിൻ്റെ കണ്ണുകളുടെ ശക്തി. അത് എവിടേക്കും പാഞ്ഞു ചെല്ലുന്നു. കർത്താവ് കായേനോട് ചോദിച്ചു, നിന്റെ സഹോദരൻ ആബേൽ എവിടെ? അവൻ ഉത്തരം പറയുന്നത് ഇപ്രകാരമാണ്, എനിക്കറിഞ്ഞുകൂടാ, എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ ഞാൻ എന്നാണ് അവൻ ചോദിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ സഹോദരൻ്റെ കാവൽക്കാരനായിരിക്കണം നാം എന്നുള്ള കാര്യം അവൻ മറന്നുപോയി. അവൻ കർത്താവിനോട് ചോദിക്കുക, സഹോദരൻ്റെ കാവൽക്കാരനാണോ ഞാൻ? എനിക്കൊന്നും അറിയില്ല അവൻ എവിടെ പോയത്. കർത്താവിൻ്റെ മുമ്പിൽ പാപം മറച്ചു വെച്ചു. ആ പാപം മറച്ചു വെച്ചപ്പോൾ അവന് ശിക്ഷയും കർത്താവ് കൊടുത്തു. നീ ഭൂമിയിൽ അലഞ്ഞ് തിരിയുന്നവനായി നീ നടക്കും,
നീ എന്തെല്ലാം കൃഷി ചെയ്താലും നിനക്ക് ഫലമുണ്ടാവുകയില്ല. നീ ഇതുവരെ നിയന്ത്രിച്ച എല്ലാ മൃഗങ്ങളും നിന്നോട് അനുസരണ കാണിക്കുകയില്ല എന്ന് അവന് കർത്താവ് ശിക്ഷയും കൊടുത്തു. പ്രിയമുള്ളവരെ, തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവർക്ക് കർത്താവിൻ്റെ ഒരിക്കലും ഐശ്വര്യം ആസ്വദിക്കുവാൻ സാധിക്കുകയില്ല. അവർക്ക് എപ്പോഴും കർത്താവിൻ്റെ ശിക്ഷ ഇവരെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന് സുവിശേഷം നമ്മോട് വ്യക്തമാക്കുകയാണ്. ജോഷുവയുടെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, അതെ, ആഖാൻ്റെ പാപം, ഒരു വ്യക്തിയുടെ പാപം, അത് ഇസ്രായേൽക്കാരെ മുഴുവനും അവരുടെ യുദ്ധത്തിൽ അവരെ നശിപ്പിക്കുന്നതായിട്ട് കാണാം. ആഖാൻ അവർ കർത്താവ് പറഞ്ഞ വാക്കിന് എതിരായിട്ട് അവൻ ജെറിക്കോയിൽ നിന്ന് മോഹം തോന്നി സ്വർണവും വെള്ളിയും പട്ടുവസ്ത്രങ്ങളും എടുത്തുകൊണ്ടുവന്ന് തൻ്റെ കൂടാരത്തിനുള്ളിൽ ആരും കാണാതെ ഒളിച്ചു വെച്ചു. എന്നാൽ നമുക്കറിയാമല്ലോ, ആയി പട്ടണ നിവാസികളുമായുള്ള യുദ്ധത്തിൽ ഇസ്രായേൽക്കാർ തോറ്റോടുകയാണ്. അവർ പിന്തുടർന്ന് 300-ലധികം പേരെയാണ് കൊല്ലുന്നത്. ഇത് കണ്ടപ്പോൾ ജോഷുവ സമാഗമ കൂടാരത്തിന് മുന്നിൽ കമിഴ്ന്ന് വീണ് കിടന്നിട്ട് നിലവിളിക്കുകയാണ്, എന്താണ് കാരണം കർത്താവേ എന്ന്. അപ്പോഴാണ് അവന് ഉത്തരം ലഭിക്കുന്നത്, നിഷിദ്ധ വസ്തുക്കൾ നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. അവൻ മറച്ചു വച്ചിരിക്കുകയായിരുന്നു. പിന്നീട് നമുക്കറിയാൻ സാധിക്കും, അത് അവർ കണ്ടെത്തി. അത് ആഖാനെയും നശിപ്പിക്കുന്നു, കല്ലെറിഞ്ഞു കൊല്ലുന്നു, അതോടൊപ്പം തന്നെ ആ വസ്തുക്കളെയും നശിപ്പിക്കുന്നു. അതിനുശേഷമാണ് വീണ്ടും അവർ ആ യുദ്ധത്തിൽ ജയിക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ 1 സാമുവേൽ 15-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, സാവൂൾ രാജാവിൻ്റെ പാപം, അതെ, അതുമൂലം ആ സാവൂളിന് രാജ്യത്വം നഷ്ടപ്പെടുകയാണ്. രാജ്യത്വം നഷ്ടപ്പെടുക മാത്രമല്ല, യുദ്ധത്തിൽ വളരെ ദാരുണമായി കൊല്ലപ്പെടുകയുമാണ്. കാരണം സാവൂൾ രാജാവിനോട് സാമുവേൽ പ്രവാചകൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, നീ അമലേഖരുമായുള്ള യുദ്ധത്തിൽ അവിടെ നിന്ന് ഒന്നും നീ എടുക്കരുത്, എല്ലാം അവിടെ തന്നെ നശിപ്പിക്കണമെന്ന് കൃത്യമായി പറഞ്ഞിരുന്നു. എന്നാൽ സാവൂൾ രാജാവ് അവിടെയുള്ള ജനങ്ങളുടെ താല്പര്യപ്രകാരം അവിടെ നിന്ന് ആടിനെയും കൊഴുത്ത കാളകളെയും എല്ലാം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു, ഗിൽഗാലിലേക്ക് കൊണ്ടുവന്നു. സാമുവേൽ പ്രവാചകൻ ഇത് മനസ്സിലായി. അവൻ കർത്താവിനെതിരെ പാപം ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലായി. അത് അറിഞ്ഞപ്പോൾ ഉടനെ തന്നെ സാവൂൾ രാജാവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചപ്പോൾ സാവൂൾ രാജാവ് പറഞ്ഞു, അതെ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അമലേഖരുമായി യുദ്ധം ചെയ്യാൻ പറഞ്ഞു, ഞാൻ യുദ്ധം ചെയ്തു, ഞാൻ സകലം നശിപ്പിച്ചു, നുണ പറഞ്ഞു. എന്നാൽ തെറ്റ് മറച്ചു വെച്ചു. അപ്പോൾ തന്നെ അവൻ ആടുകളുടെ രോദനം കേട്ടു. സാമുവേൽ പ്രവാചകൻ പറഞ്ഞു, ആടുകളുടെ രോദനം ഞാൻ കേൾക്കുന്നു, കാളുകളുടെ മുക്രയിടലും ഞാൻ കേൾക്കുന്നു, ഇതെവിടെ നിന്ന് എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെയാണ് സാവൂളിന് ഉത്തരം മുട്ടിയത്. സാവൂൾ പറഞ്ഞു, ഞാൻ പാപം ചെയ്തു പോയി, കർത്താവിനെതിരെ പാപം ചെയ്തു പോയി. എന്നാൽ തെറ്റുകൾ മറച്ചു വെച്ചതിനാൽ ശിക്ഷ ലഭിക്കുന്നുണ്ട്. അതേ, രാജ്യത്വം അവനിൽ നിന്ന് എടുത്ത് മാറ്റപ്പെടുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ 5-ാം അധ്യായത്തിൽ 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളിൽ നമുക്കറിയാൻ സാധിക്കും, അനന്യാസ്, സഫീറ ഇവർ ഇതുപോലെ തെറ്റുകൾ മറച്ചു വയ്ക്കുന്നുണ്ട്. ആദിമ ക്രൈസ്തവ സഭാ സമൂഹത്തിൽ എല്ലാം പൊതുസ്വത്തായിരുന്നു, എല്ലാം ഒന്നായി അവർ കരുതിയിരുന്നു, വളരെ സ്നേഹപൂർവ്വം അവർ ഒന്നായി വീതിച്ച് ജീവിച്ചിരുന്നു. എല്ലാവരും പറമ്പും എല്ലാം വിറ്റ് ആ കാശുകളെല്ലാം, പണമെല്ലാം ശിഷ്യന്മാരുടെ കാൽപാദത്തങ്ങൾ കൊണ്ടുവന്ന് കൊടുത്തിരുന്നു. എന്നാൽ ഈ അനന്യാസും സഫീറയും തങ്ങളുടെ പറമ്പ് വിറ്റപ്പോൾ അവരതിൻ്റെ ഒരു ഭാഗം അവർ മറച്ചു വെച്ചു, എന്നിട്ട് ബാക്കി ഭാഗം മാത്രമാണ് ഇവിടെ കൊടുത്തത്. അങ്ങനെ കൊടുത്തപ്പോൾ പത്രോസിന് കാര്യം മനസ്സിലായി. പത്രോസ് പറഞ്ഞു, നിൻ്റെ പണം മുഴുവനും എവിടെ? നീ എങ്ങനെയാണ് ദൈവത്തെ വഞ്ചിക്കുന്നത്? നീ എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കുന്നത്? അത് വഞ്ചിച്ചതിനാൽ ദൈവത്തിൻ്റെ ശിക്ഷ നിനക്ക് ലഭിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞില്ല. അപ്പോൾ തന്നെ അനന്യാസ് അവിടെ മരിച്ചു വീണു. അത് കഴിഞ്ഞപ്പോൾ തെറ്റ് ആവർത്തിച്ചതിനാൽ സഫീറയും മരിച്ചു വീണു എന്ന് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 5-ാം അധ്യായത്തിൽ 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളിൽ വായിക്കുന്നുണ്ട്. യൂദാസിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഒടുവിലത്തെ അത്താഴത്തിൽ യൂദാസ് വരുന്നത് എല്ലാം കെണി ഒരുക്കിയതിന് ശേഷമാണ്. അവൻ
എല്ലാം വെള്ളിക്കാശിന് 30 വെള്ളിക്കാശിന് കർത്താവിന് ഗുരുവിന് ഒറ്റിക്കൊടുക്കുവാനുള്ള എല്ലാ പദ്ധതികളും തയ്യാറാക്കി ഒരുക്കി വെച്ചുകൊണ്ടാണ് അവൻ അവസാനത്തെ അത്താഴത്തിന് കർത്താവിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കടന്നു വരുന്നത്. എന്നിട്ട് കർത്താവ് അവൻ്റെ കാലും കഴുകി ചുംബിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നീട് നമുക്കറിയാൻ സാധിക്കും അവൻ തെറ്റുകൾ മറച്ചു വെച്ച് അതിനുശേഷം അവൻ പ്രവർത്തിച്ചതിനാൽ അവൻ്റെ അന്ത്യം നാം വായിക്കുന്നുണ്ട്. അവൻ ആത്മഹത്യ, അവൻ തൂങ്ങിച്ചത്തു എന്ന് നാം വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യമുണ്ടാവുകയില്ല. അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കർത്താവിൻ്റെ കരുണ ലഭിക്കും. തെറ്റുകൾ ഏറ്റുപറഞ്ഞ് കരുണ ലഭിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ പ്രത്യാശ. നമ്മുടെ സന്തോഷം അവിടെയാണ്. ആ തെറ്റ് നമുക്കറിയാമല്ലോ, പത്രോസ് അത് യൂദാസിനെ പോലെ തന്നെ തെറ്റ് ചെയ്തവനാണ്. കർത്താവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞവനാണ്. എന്നാൽ പത്രോസ് നാം വായിക്കുന്നുണ്ട്, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലും ലൂക്കായുടെ സുവിശേഷത്തിലും വായിക്കുന്നത് അവൻ ഉള്ളുരുകി കരഞ്ഞുവെന്നാണ്. അവൻ്റെ ഹൃദയത്തിൽ നിന്ന് അത് വന്ന ചൂട്, അനുതാപത്തിൻ്റെ ചൂട്, അത് അവർ കണ്ണിൽ നിന്ന് അടർന്നു വീണ കണ്ണുനീര് അവ ഒഴുകി ഇറങ്ങി. ഒരു സുവിശേഷത്തിൽ പറയുന്നു അവൻ മനം നൊന്ത് കരഞ്ഞു. അവൻ പുറത്തു പോയി മറ്റു സുവിശേഷത്തിൽ പറഞ്ഞു ഹൃദയം നൊന്ത് കരഞ്ഞു. അവൻ കരയുകയാണ്, അനുദപിച്ച് കരയുകയാണ്. എൻ്റെ ഗുരുവിന്, എൻ്റെ ദൈവത്തെ ഞാൻ അത് തള്ളിപ്പറഞ്ഞു, ദൈവത്തിൻ്റെ സ്നേഹത്തെ ഞാൻ തള്ളി മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വിലപിക്കുകയാണ്. പ്രിയമുള്ളവരെ, അനുതാപിക്കുന്നവരുടെ നേരെ കർത്താവ് കാരുണ്യം കാണിക്കും. അതുകൊണ്ടാണല്ലോ ഈ പത്രോസിനെ തന്നെ സഭയുടെ അജപാലകനായി കർത്താവ് നിയമിക്കുന്നത്. ആദ്യത്തെ മാർപ്പാപ്പയായി പത്രോസിനെ നിയമിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. കർത്താവിൻ്റെ അടുത്ത് സ്നേഹം കാണിച്ച ഈ പത്രോസിനെ നമുക്ക് പിന്നീട് കാണുവാൻ സാധിക്കും. അത് കുരിശിൽ തല കീഴായി കർത്താവിൻ്റെ സ്നേഹത്തിന് വേണ്ടി ജീവൻ അർപ്പിച്ചുകൊണ്ടാണ് അവൻ്റെ തെറ്റിന് പരിഹാരം ചെയ്തത് എന്ന് നമുക്ക് അറിയാവുന്നതാണ്. പ്രിയമുള്ളവരെ, അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ വിശുദ്ധ പൗലോസ് തിമോത്തിക്ക് എഴുതിയ ലേഖനത്തിൽ 1 തിമോത്തി 1:13 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങളിൽ വ്യക്തമായിട്ട് അവൻ പറയുന്നുണ്ട്, ഞാൻ പാപം ചെയ്തു, ഞാൻ തെറ്റ് പ്രവർത്തിച്ചു, പക്ഷെ ഞാൻ അറിയാതെയാണ് ഞാൻ തെറ്റ് പ്രവർത്തിച്ചത്. ഞാൻ പാപികളിൽ ഒന്നാമനാണ്, എന്നാൽ കർത്താവിൻ്റെ കാരുണ്യം എനിക്ക് ലഭിച്ചു എന്ന് അവൻ പറയുകയാണ്. കർത്താവിൻ്റെ കാരുണ്യം അവൻ്റെ ജീവിതത്തിൽ അവന് ലഭിച്ചപ്പോൾ എന്താ ഉണ്ടായത് നമുക്കറിയാം. 2 തിമോത്തി 4:6 വായിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും. അവൻ പറയുന്നുണ്ട്, അത് എൻ്റെ വേർപാടിൻ്റെ സമയം സമാഗതമായി, എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, ഞാൻ വിശ്വാസം കാത്തു, ഞാൻ സമരം ചെയ്തു, അതിനാൽ എനിക്ക് നീതിയുടെ കിരീടം അവിടുന്ന് തരുമെന്ന് ഉറപ്പാണ് എന്ന് വിശുദ്ധ പൗലോസ് അടിവരയിടുകയാണ്. പ്രിയമുള്ളവരെ, ധൂർത്തപുത്രൻ്റെ ഉപമയിൽ നമുക്കറിയാമല്ലോ, 15-ാം ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അതെ, ആ ധൂർത്തപുത്രൻ എഴുന്നേറ്റിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. അവൻ കടന്നു വന്നിട്ട് അവൻ പറയാൻ വെച്ചിരുന്നത് ഇപ്രകാരമാണ്: പിതാവേ, അങ്ങേക്കെതിരായും സ്വർഗത്തിനെതിരായും ഞാൻ പാപം ചെയ്തു പോയി, അങ്ങയുടെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല, അങ്ങയുടെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ എന്ന് പറയുവാനായിട്ട് ഒരുക്കി വെച്ചുകൊണ്ടാണ് പിതാവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. എന്നാൽ പിതാവിനോട് 2 വാചകമേ പറയുവാനായിട്ട് സാധിച്ചുള്ളൂ. അവൻ പറഞ്ഞു, പിതാവേ, അങ്ങേക്കെതിരായി സ്വർഗത്തിനെതിരായി ഞാൻ പാപം ചെയ്തു, അങ്ങയുടെ സന്നിധിയിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു, അങ്ങയുടെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. പിന്നീട് പറയുവാൻ ദാസരിൽ ഒരുവനായി സ്വീകരിക്കണമെന്ന് പറയുവാൻ പിതാവ് അനുവദിച്ചില്ല. അതിനു മുമ്പ് പിതാവിൻ്റെ സ്നേഹം അവനെ കെട്ടിമുറുക്കി, പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ കണ്ണുനീർ അവൻ ചൂടറിഞ്ഞു. പ്രിയമുള്ളവരെ, പിന്നീട് പിതാവ് പറയുന്നുണ്ട്, എൻ്റെ മകൻ നഷ്ടപ്പെട്ടിരുന്നു, എൻ്റെ മകൻ എനിക്ക് വീണ്ടും കിട്ടി. എൻ്റെ മകന് ജീവൻ മൃതനായിരുന്നു, എന്നാൽ അവനിന്ന് ജീവൻ പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, മകനായി സ്വീകരിക്കുകയാണ്. തെറ്റുകൾ ഏറ്റു പറയുമ്പോൾ മകനായി സ്വീകരിക്കുന്നു. ആ മകൻ്റെ അവകാശങ്ങൾ മുഴുവനും ആ ധൂർത്തപുത്രന് ലഭിക്കുകയാണ്.
സക്കേവോസിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഇത് തന്നെയാണ്. അവൻ്റെ ജീവിതത്തിൽ പണമൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും അവൻ്റെ ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. അവൻ്റെ ജീവിതം മുഴുവൻ ശൂന്യത നിറഞ്ഞതായിരുന്നു. അതുകൊണ്ടാണ് അവൻ കർത്താവിനെ നോക്കിക്കൊണ്ട് സിക്കമോർ വൃക്ഷത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് അതിന് മുകളിൽ കയറി, പൊക്കം കുറഞ്ഞതിന് മുകളിൽ കയറി കർത്താവിനെ കാണുവാൻ അവൻ ആഗ്രഹിച്ചത്. കർത്താവിനെ കാണുവാൻ അവൻ്റെ അതിയായ ഹൃദയത്തിൻ്റെ ദാഹം കർത്താവ് കണ്ടപ്പോഴാണ് കർത്താവ് അവനെ വിളിക്കുന്നതും അവൻ ഓടിച്ചാടി ഇറങ്ങിക്കൊണ്ട് കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്നതും. പിന്നീട് കർത്താവ് നാം വായിക്കുന്നുണ്ട്, അവൻ്റെ വീട്ടിൽ കർത്താവ് പോകുകയും അവൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്തു. അപ്പോൾ അവൻ പറയുന്നുണ്ട്, തെറ്റേറ്റ് പറയുന്നുണ്ട്, ഞാൻ തെറ്റുകൾ ചെയ്തു പോയി, അതെ, അതിന് പരിഹാരമായിട്ട് ദരിദ്രർക്ക് എൻ്റെ സ്വത്തിൽ പകുതി കൊടുക്കാം, ഞാൻ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടി ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ തെറ്റുകളൊക്കെ ഏറ്റുപറഞ്ഞ് പരിഹാരം ചെയ്യുകയാണ്. അപ്പോഴാണ് കർത്താവ് പറയുന്നത്, ഇന്ന് ഈ ഭവനം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. തെറ്റുകൾ ഏറ്റുപറയുമ്പോൾ കർത്താവിൻ്റെ കാരുണ്യം ലഭിക്കും. യെശയ്യായുടെ പുസ്തകത്തിൽ 6 അധ്യായത്തിൽ 5 മുതൽ 7 വരെയുള്ള തിരുവചനം നാം വായിക്കുമ്പോൾ നമുക്ക് ഇപ്രകാരം മനസ്സിലാകും. യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, അതെ, എനിക്ക് മഹാദുരിതം, കാരണം ഞാൻ കർത്താവിനെ എൻ്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു. അവിടുന്ന് പരിശുദ്ധൻ 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 എന്ന് മാലാഖമാർ പാടി സ്തുതിക്കുന്നത് ഞാൻ കർത്താവിനെ കണ്ടിരിക്കുന്നു. കർത്താവിനെ, അതുകൊണ്ട് എനിക്ക് ദുരിതം, ഞാൻ പാപിയാണ്, ഞാൻ മോശമായ അധരങ്ങളുള്ളവനും ആ അധരങ്ങളുടെ മധ്യ വസിക്കുന്നവനുമാണ് എന്ന് ഏറ്റുപറയുകയാണ്. അങ്ങനെ ഏറ്റുപറയുമ്പോൾ ഒരു ദൈവദൂതൻ പോയിട്ട് ബലിപീഠത്തിൽ ചെന്ന് ഒരു കൊടിലുകൊണ്ട് ഒരു തീക്കനൽ എടുത്തുകൊണ്ട് അവൻ്റെ നാവിൽ സ്പർശിച്ചിട്ട് പറയുന്നുണ്ട്, നിൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, നിൻ്റെ മാലിന്യം നീക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്, നിന്നെ വിശുദ്ധീകരിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, പ്രവാചക ദൗത്യം വീണ്ടും യെശയ്യായ്ക്ക് നൽകുകയാണ്. നമുക്കറിയാമല്ലോ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ 7-ാം അധ്യായത്തിൽ 38 മുതൽ 50 വരെയുള്ള തിരുവചനങ്ങളിൽ നാം വായിക്കുന്നുണ്ട് ആ പാപിനിയായ സ്ത്രീയെ പറ്റി. ആ പാപിനിയായ സ്ത്രീയെ, അവൾ ഒരുപാട് പാപം ചെയ്തവളാണ്, എങ്കിലും അവൾക്കറിയാം എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം, എൻ്റെ കർത്താവിൻ്റെ സ്നേഹം എന്തെന്ന് അവൾക്കറിയാം. അതുകൊണ്ട് അവൾ ആരെയും വകവയ്ക്കാതെ അവൾ കർത്താവിൻ്റെ അടുത്തേക്ക് അവൾ ചെല്ലുകയാണ്. മാന്യന്മാരിരിക്കുന്ന വീട്ടിലേക്ക്, ശിമയോൻ്റെ വീട്ടിലേക്ക് അവൾ കയറി ചെല്ലുകയാണ്. മറ്റുള്ളവർ എന്തും പറഞ്ഞുകൊള്ളട്ടെ, എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്താൻ ഒരാൾക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ അങ്ങോട്ടൊക്കെ കടന്നു ചെല്ലുന്നത്. അവിടെ ചെന്നുകൊണ്ട് അവൾ ചെയ്യുന്നത് വായിക്കുന്നുണ്ട്, കണ്ണുനീര് കൊണ്ട് കർത്താവിൻ്റെ പാദങ്ങൾ കഴുകുന്നു. പ്രിയമുള്ളവരെ, കണ്ണുനീര് കൊണ്ട് പാദങ്ങൾ കഴുകുക എന്ന് വെച്ചാൽ എത്രമാത്രം അനുതാപത്തിൻ്റെ കണ്ണുനീര് അവളുടെ കണ്ണുകളിൽ നിന്ന് ഒഴുകിയിരിക്കും. അതെല്ലാം അവളുടെ ഹൃദയത്തിൽ നിന്ന് വന്ന താപമാണ്, ആ ചൂടാണ് കണ്ണുനീരായിട്ട് ലാവയായിട്ട് അങ്ങനെ ഒഴുകി കർത്താവിൻ്റെ പാദങ്ങളിൽ വന്ന് വീണത്. അതുകൊണ്ടാണ് അവൾ കഴുകുന്നത്. അവളുടെ വിശിഷ്ടമായ തലമുടി കൊണ്ട് അവൾ കർത്താവിൻ്റെ പാദങ്ങൾ ചുടയ്ക്കുകയാണ്, സുഗന്ധ തൈലം പൂശുകയാണ്. പ്രിയമുള്ളവരെ, അവളുടെ പാപങ്ങൾ മുഴുവനും അവൾ പശ്ചാത്തപിക്കുകയാണ്. അവൾ കർത്താവിനോട് അനുതപിച്ച് കണ്ണുനീരോടെ ഏറ്റുപറയുകയാണ്. പ്രിയമുള്ളവരെ, ഇത് കണ്ടപ്പോഴാണ് കർത്താവ് അവളോട് പറയുന്നത്, സ്ത്രീയെ, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, സമാധാനത്തിൽ നീ പോവുക എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, കർത്താവ് അപ്രകാരമുള്ളൊരു വ്യക്തിയാണ്. തെറ്റുകൾ ഏറ്റുപറയുമ്പോൾ, തെറ്റുകൾ മറച്ചു വയ്ക്കാതെ കർത്താവിനോട് ഏറ്റുപറയുമ്പോൾ, അനുദപിക്കുമ്പോൾ കർത്താവ് നമുക്ക് അവിടുത്തെ കാരുണ്യം ലഭിക്കും. അവിടുത്തെ ജീവൻ്റെ പുസ്തകത്തിൽ നമ്മുടെ പേരുകൾ അവിടുന്ന് എഴുതി ചേർക്കും. അതിന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങൾ സ്വയം പരിശോധിക്കാൻ ഞങ്ങൾക്ക് ഇടവരുത്തട്ടെ. കർത്താവെ, ഞങ്ങൾ തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവരാണോ അതോ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവരാണോ? കർത്താവെ, തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങനെ കർത്താവിൻ്റെ കാരുണ്യം ഞങ്ങൾക്കെല്ലാവർക്കും ലഭിക്കട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്.